എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 50 പരിശീലന ചോദ്യങ്ങളാണ്. PSCയുടെ പുതിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു മോക്ക് ടെസ്റ്റ് പോലെ പരിശീലിക്കാം. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിംഗ്വി കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ഇപ്പോൾ ആചരിക്കുന്നത് ഏപ്രിൽ 24-ാം തീയതിയാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. മരണം വരെയും കർമ്മനിരതൻ, ഡ്യൂട്ടി അൺടു ഡെത്ത് എന്നത് ചുവടെ പറയുന്നവയിൽ ഏത് അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ആപ്തവാക്യമാണ്? മരണം വരെയും കർമ്മനിരതൻ, ഡ്യൂട്ടി അൺടു ഡെത്ത് എന്നത് തന്നിരിക്കുന്നവയിൽ ഏത് അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ എ BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. BSFൻ്റെ ആപ്തവാക്യമാണ് മരണം വരെയും കർമ്മനിരതൻ, ഡ്യൂട്ടി ആൻഡ് ഡെത്ത്. ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു. ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു ഓപ്ഷൻ എ മഗ്നീഷ്യം സിലിക്കേറ്റ്. മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു. നിർവീര്യവസ്തുവിൻ്റെ pH മൂല്യം. നിർവീര്യവസ്തുവിൻ്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ ഡി 7. നിർവീര്യവസ്തുവിൻ്റെ pH മൂല്യം 7. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഓപ്ഷൻ ബി കണിക്കൊന്ന. കണിക്കൊന്നയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത്. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി CV രാമൻപിള്ള. CV രാമൻപിള്ളയാണ് ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് IREL സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി മുംബൈ. മുംബൈയിലാണ് IREL റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഓപ്ഷൻ സി അന്റാർട്ടിക്ക. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് അന്റാർട്ടിക്കയിലാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ട വർഷം ഓപ്ഷൻ സി 1956. 1956 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. കായിക താരങ്ങൾ, അവർ പ്രാഗൽഭ്യം നേടിയ കായിക ഇനങ്ങൾ എന്നിവ ശരിയായി ചേരുംപടി ചേർക്കുക. സാക്ഷി മാലിക്, PV സിന്ധു, അഭിനവ് ബിന്ദ്ര, ലിയാണ്ടർ പേസ്. ബാഡ്മിൻ്റൺ, ഗുസ്തി, ഷൂട്ടിംഗ്, ടെന്നീസ്. കായിക താരങ്ങൾ, അവർ പ്രാഗൽഭ്യം നേടിയ കായിക ഇനങ്ങൾ എന്നിവ ശരിയായി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ A2, B1, C3, D4. സാക്ഷി മാലിക് ഗുസ്തി, PV സിന്ധു ബാഡ്മിൻ്റൺ, അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗ്, ലിയാണ്ടർ പേസ് ടെന്നീസ്.
കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖം. തന്നിരിക്കുന്നവയിൽ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖം. ഓപ്ഷൻ സി വിശാഖപട്ടണം. തന്നിരിക്കുന്നവയിൽ വിശാഖപട്ടണമാണ് കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖം. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല. ഇന്ത്യയിലെ ഭൂരഹിതർ ഇല്ലാത്ത ആദ്യത്തെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂർ ജില്ലയാണ് ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ഡെറാഡൂൺ. ഡെറാഡൂൺ ആണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. ഓപ്ഷൻ ബി അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിയാണ് പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. ശരിയായ പ്രസ്താവന ഏതെല്ലാം? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGCയുടെ രൂപവൽക്കരണത്തിന് കാരണമായത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC നിലവിൽ വന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗറാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. ഭാംഗ്ര എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്ത് പ്രചാരത്തിലുള്ളതാണ്? ഭാംഗ്ര എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്ത് പ്രചാരത്തിൽ ഉള്ളതാണ്? ഓപ്ഷൻ ഡി പഞ്ചാബ്. പഞ്ചാബ് സംസ്ഥാനത്തിൽ പ്രചാരത്തിലുള്ള നൃത്തരൂപമാണ് ഭാംഗ്ര. ദ ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ദ ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ഡി RK ലക്ഷ്മൺ. ദ ടണൽ ഓഫ് ടൈം RK ലക്ഷ്മണിൻ്റെ ആത്മകഥയുടെ പേരാണ്. ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത്? ഏത് സംസ്ഥാനത്തെ കൊയ്ത്ത് ഉത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി മേഘാലയ. മേഘാലയ സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പക്ഷിസങ്കേതങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ. ശരിയായത് ഏതെല്ലാം? കുമരകം പക്ഷിസങ്കേതം കോട്ടയം, കടലുണ്ടി പക്ഷിസങ്കേതം മലപ്പുറം, മംഗളവനം പക്ഷിസങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷിസങ്കേതം പാലക്കാട്. പക്ഷിസങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളിലും ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3, 4. തന്നിരിക്കുന്ന 4 പക്ഷിസങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായതാണ്. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചമാണ്. ഓപ്ഷൻ സി ഓസോൺ പാളി. ഓസോൺ പാളിയാണ് ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം. ശരിയായ പ്രസ്താവന ഏതെല്ലാം? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേര് ദേശീയ വികസന സമിതി എന്നാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 3 ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15.
ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേര് നീതി ആയോഗ് എന്നാണ്. താഴെ പറയുന്നതിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്? റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആസ്ബറ്റോസ്. ആസ്ബറ്റോസ് ആണ് തന്നിരിക്കുന്നവയിൽ റോക്ക് കോട്ടൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വപ്നവാസവദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ്. സ്വപ്നവാസവദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ഭാസൻ. സ്വപ്നവാസവദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ് ഭാസനാണ്. സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം. സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഏതാണ്? ഓപ്ഷൻ ബി ഭൂമി. ഭൂമിയാണ് സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷം? പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ ബി 1946. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത്. സഭ ഒരു പ്രാതിനിധ്യ വിഭാഗമാക്കുവാനുള്ള ശ്രമമുണ്ടായി. സഭയിൽ എല്ലാ മതത്തിനും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് 1, 2 and 3. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായലിലാണ് പമ്പ നദി ഒഴുകിച്ചേരുന്നത്. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? ഒരു വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? ഓപ്ഷൻ സി പ്രകാശോർജ്ജവും താപോർജ്ജവും. ഒരു വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ടാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. അലോഹധാതുവിന് ഉദാഹരണം ഏത്? തന്നിരിക്കുന്നവയിൽ ഒരു അലോഹധാതുവിന് ഉദാഹരണം? ഓപ്ഷൻ സി പെട്രോളിയം. തന്നിരിക്കുന്നവയിൽ പെട്രോളിയമാണ് അലോഹധാതുവിന് ഉദാഹരണം. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ഡി 2000. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്നത് 2000 കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കമുണ്ടായ വർഷം? കേരളത്തിലെ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏത്? ഓപ്ഷൻ സി 1924. കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായത് 1924. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെ?
1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെ? ഓപ്ഷൻ സി അരുവിപ്പുറം. അരുവിപ്പുറത്ത് വച്ചായിരുന്നു 1904 SNDPയുടെ ആദ്യത്തെ വാർഷിക യോഗം നടന്നത്. കാനഡയിലെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ: അർദ്ധ ഫെഡറൽ സമ്പ്രദായം, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, ശിഷ്ടാധികാരങ്ങൾ. തന്നിരിക്കുന്നവയിൽ കാനഡയിലെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഓൺലി 1 and 3. അർദ്ധ ഫെഡറൽ സമ്പ്രദായവും ശിഷ്ടാധികാരങ്ങളുമാണ് തന്നിരിക്കുന്നവയിൽ കാനഡയിലെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ശകുന്തള ദേവി. ശകുന്തള ദേവിയാണ് തന്നിരിക്കുന്നവരിൽ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഓപ്ഷൻ ഡി സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം. പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഓപ്ഷൻ സി വന്ദന ശിവ. വന്ദന ശിവയാണ് പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക. സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത്? സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. തന്നിരിക്കുന്നവയിൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ഓൺലി 1 and 2. ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? ഓപ്ഷൻ ഡി പാലക്കാട്. പാലക്കാട് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ഓപ്ഷൻ എ പെഡ്രോ അൽവാരിസ് കബ്രാൾ. പെഡ്രോ അൽവാരിസ് കബ്രാളാണ് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. നിയമങ്ങളുടെ അന്തസത്ത ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന കൃതി രചിച്ചതാര്? നിയമങ്ങളുടെ അന്തസത്ത ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി മോണ്ടെസ്ക്യൂ. മോണ്ടെസ്ക്യൂ ആണ് നിയമങ്ങളുടെ അന്തസത്ത ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന കൃതി രചിച്ചത്. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. സ്വത്തവകാശം ഒരു
നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 300A സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. തന്നിരിക്കുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഓൺലി 3 and 2. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 300A സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അച്ചുതണ്ട് ശക്തികളിൽപ്പെടാത്ത രാഷ്ട്രം ഏതാണ്? തന്നിരിക്കുന്നവയിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അച്ചുതണ്ട് ശക്തികളിൽപ്പെടാത്ത രാഷ്ട്രം ഏത്? ഓപ്ഷൻ ബി ഫ്രാൻസ്. ഫ്രാൻസ് ആണ് തന്നിരിക്കുന്നവയിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അച്ചുതണ്ട് ശക്തികളിൽപ്പെടാത്ത രാഷ്ട്രം. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഓപ്ഷൻ ഡി സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയായിരുന്നു ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത്. ഭൂമിശാസ്ത്രം എന്ന വാക്കിൻ്റെ ഉദ്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ഭൂമിശാസ്ത്രം എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ഓപ്ഷൻ ബി ഗ്രീക്ക്. ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ് ഭൂമിശാസ്ത്രം എന്ന വാക്കിൻ്റെ ഉദ്ഭവം. ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്? ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗത്താണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഹൈവേ. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഹൈവേ ഏതാണ്? ഓപ്ഷൻ എ NH 548. നാഷണൽ ഹൈവേ 548 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഹൈവേ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.